بسم الله الرحمن الرحيم بسم الله الرحمن الرحيم قال الإمام البخاري رحمه الله تعالى باب من قعد حيث ينتهي به المجلس ومن رأى فرجة في الحلقة فجلس فيها. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഹദീസ് തഹമ്മുല് ചെയ്യലിൻ്റെ മര്യാദകൾ പറഞ്ഞു കഴിഞ്ഞു. അതോടുകൂടെ ആ തഹമ്മുലിൻ്റെ പല രൂപങ്ങൾ വിശദീകരിച്ചു. അത് വിശദീകരിച്ച് കഴിഞ്ഞപ്പോൾ ഇമാം ബുഖാരി ശിഷ്യന്മാർ, ത്വാലിബീങ്ങൾ, വിദ്യാർത്ഥികൾ അവർ സദസ്സിൽ പാലിക്കേണ്ട മര്യാദ, അവർ എവിടെയാണ് ഇരിക്കേണ്ടത്, പിന്തി വന്നവർ എവിടെ ഇരിക്കണം എന്നുള്ള ഒരു മഹത്തായ ചർച്ചയിലേക്കാണ് കടക്കുന്നത്. ആദാബുൽ മുത്തഅല്ലിമിൻ്റെ ഒരു പ്രധാന ഭാഗമാണ് ചർച്ച ചെയ്യുന്നത്. ബാബുമൻ, ഒരു മുത്തഅല്ലിമിനെ പറ്റി പറയുന്ന ബാബാണ്, വിദ്യാർത്ഥിയെ പറ്റി പറയുന്ന ബാബാണ്. ഖഅദ, അവർ ഇരുന്നു. ഹൈസു യന്തഹി ബിഹിൽ മജ്ലിസു, ഹൈസു യന്തഹി ബിഹി, അവരെ കൊണ്ട് അറ്റമാകുന്ന സ്ഥലത്ത്. ഹൈസു ദർഫ് മക്കാനായിട്ട് എന്തറ്റമാകും? അൽ മജ്ലിസു, ഇൽമിൻ്റെ മജ്ലിസ്. അപ്പോൾ ഇൽമിൻ്റെ മജ്ലിസ് തീരുന്ന സ്ഥലം, അവിടെ ഇരുന്നു. അയാൾ അദ്ദേഹത്തെ സംബന്ധിച്ച് ഉള്ള ചർച്ച പറയുന്ന ബാബാണ്. അദ്ദേഹത്തിന് എന്താണ് പോരിഷ എന്ന് പറയാം. ഒമൻ, ഒരാളെ സംബന്ധിച്ചും പറയുന്ന ബാബാണ്. റാ, അവർ കണ്ടു. ഫുർജത്തൻ, വടവിനെ കണ്ടു. ഫിൽ ഹലക്കത്തി, ഹാവിനും ലാമിനും പത്തുകൊണ്ട് ഹലക്കത്തി, ഹലക്കയിൽ റൗണ്ടിലിരിക്കുന്ന സ്ഥലത്ത് കണ്ടു. റൗണ്ടായിട്ട് ഉസ്താദിൻ്റെ ചുറ്റോടിട്ടും റൗണ്ടായിരിക്കുക, എനിക്കാണ് ഹലക്കാന്ന് പറയാം. ആ ഹലക്കയിൽ ഒരു വടവിനെ കണ്ടു ഒരാൾ. ഫജലസ, അവരിരുന്നു. ഫിഹ, ആ വടവിൽ പോയിരുന്നു. അവരെ സംബന്ധിച്ചും പറയുന്ന ബാബാണ്. അവർക്ക് എന്താണ് മഹത്വമുള്ളത്, അവർക്ക് എന്താണ് ഫൽ ലഭിക്കാൻ പോകുന്നത് എന്നും പറയുന്ന ബാബാകുന്നു. വളരെ ചിന്തിക്കേണ്ട രണ്ട് മര്യാദകളാണ്. ഒരു ഇൽമിൻ്റെ മജ്ലിസ്, അതേമാതിരി തന്നെയാണ് ദിക്റിൻ്റെയും മജ്ലിസുകൾ എന്നെല്ലാം പറയുന്നുണ്ട്. അങ്ങനെ അള്ളാഹുവിനെ സംബന്ധിച്ച് പറയുന്ന ഒരു മജ്ലിസ് തുടക്കത്തിൽ എത്താത്ത ആളുകൾ, അവർ ഏതായാലും ആദ്യമാകാൻ കഴിഞ്ഞില്ലേ, ഇനി നമുക്ക് വേണ്ട എന്ന് വെച്ച് തിരിച്ചു പോകരുത്. അവർക്ക് ലഭിച്ച ഭാഗം, ഇനി അവർ ഇൽമിൻ്റെ മജ്ലിസ് പ്രതീക്ഷിച്ച് പോയതല്ല, അതിൻ്റെ പിന്നിൽ കൂടെ അവരങ്ങനെ പോകുമ്പോൾ ഒരു മജ്ലിസ് കാണുകയാണ്. ആ മജ്ലിസിലേക്ക് അവർക്ക് കയറുന്നതിന് തടസ്സമില്ല. എല്ലാവരെയും സ്വീകരിക്കുന്ന മജ്ലിസാണ്. പ്രത്യേകം വ്യക്തികൾക്കോ പ്രത്യേക വിഭാഗത്തിനോ ആക്കിയിട്ടുള്ള സ്വകാര്യ ക്ലാസ്സുകളല്ല. ഇത് ഇഷ്ടം ആളുകൾക്ക് വരാൻ പറ്റിയ ക്ലാസ്സാണ്. എന്നാൽ അത് തുടങ്ങിക്കഴിഞ്ഞാലും അതിൻ്റെ അടുത്തേക്ക് ചെന്ന് ഇരിക്കാൻ ബേക്കിലാണോ സ്ഥലമുള്ളത് എങ്കിൽ അവിടെ പോയിരിക്കണം. അതിലേറെ പവറാണ് സദസ്സൊന്ന് നിരീക്ഷിക്കുക. എന്നിട്ട് സദസ്സിൽ കാലിയുള്ള സ്ഥലമുണ്ടെങ്കിൽ മുന്നോട്ട് അങ്ങോട്ട് കയറിയിരിക്കണം. ചില ആളുകൾ ചില സദസ്സിൽ ചില ആളുകൾക്ക് മുന്നിലേക്ക് കയറിയിരിക്കാൻ അവർക്ക് എന്തെങ്കിലും ലജ്ജ കാരണം അവർ തുടക്കം തന്നെ വേക്കുന്നതായിരിക്കും ഇരിക്കുക. അല്ലെങ്കിൽ മുന്നത്തത് ഒഴിച്ചിട്ടിട്ട് എവിടെയെങ്കിലും ഒരാളാണ്ടിരിക്കും. അയാൾ മുന്നത്ത് ഒഴിച്ചിട്ടോ ഒന്നുമില്ല, അയാൾക്ക് സീറ്റ് അയാളെ മുന്നേ കണ്ടൊരു സ്ഥലത്ത് നിന്നാണ്ടിരിക്കും.
പിന്നെ വരുന്ന ആളുകൾ അവിടുന്ന് അങ്ങോട്ട് ഇരുന്നിട്ട് ബാക്ക് ഫുള്ളാക്കും, ബാക്ക് ഇരിക്കും. എന്നാൽ അന്തമുള്ള ആളുകൾ അവിടെ ശ്രദ്ധിക്കേണ്ടത്, ഇരിക്കേണ്ടത് സദസ്സിൻ്റെ മുന്നിലേക്കാണ് പോയിരിക്കേണ്ടത്. മുന്ന് ഫില്ലാക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഇനി മുന്ന് ഫില്ലാണ്, അതവ് പ്രകാരം തന്നെ മുന്ന് നിറച്ച് പോയതാണ് ആളുകൾ. എന്നാലും ഇടയ്ക്ക് വെച്ച് ആളുകൾ പോയിട്ടോ അല്ലെങ്കിൽ കാലിസ്ഥലമോ ഉണ്ടെങ്കിൽ ഇടയിൽ കൂടെ മുന്നിലേക്ക് കയറിയിരുന്ന് ഇടയിലുള്ള സ്ഥലം ഫില്ല് ചെയ്യണം. അതാണ് അദബ്. അതിനൊക്കെ വലിയ പ്രത്യേകതകളുണ്ട് എന്നാണ് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഈ ബാബ് കൊണ്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ രണ്ട് വിഷയമാണ്. ഒന്ന്, മജ്ലിസ് തുടങ്ങി എന്നതിൻ്റെ പേരിൽ മജ്ലിസിലേക്ക് പങ്കെടുക്കാതിരിക്കരുത്, മജ്ലിസിലേക്ക് വന്ന് കയറിയിരിക്കണം. അതോടുകൂടെ ഏറ്റവും ചുരുങ്ങിയത് മജ്ലിസിൻ്റെ അവസാനമെങ്കിലും ഇരിക്കണം. ഏറ്റവും ഉത്തമം ഉള്ളിലേക്ക് കയറി സീറ്റ് ഉള്ളിൽ കാലി ഉണ്ടെങ്കിൽ ഉള്ളിൽ കയറിയിരിക്കാൻ നോക്കലാണ് ഏറ്റവും നല്ലത്. ഈ വിഷയമാണ് ഇവിടെ സംസാരിക്കുന്നത്. വബിഹി ഖാല ശൈഖുൽ ഇമാമുൽ ഹാഫിളു അബൂ അബ്ദില്ലാഹി മുഹമ്മദ് ബിൻ ഇദ്രീസ് അൽ ബുഖാരി റഹിമഹുല്ലാഹ് حدثنا إسماعيل قال حدثني مالك عن إسحاق بن عبد الله بن أبي طلحة أن أبا مرة مولى عقيل بن أبي طالب أخبره عن أبي واقد الليثي رضي الله عنهم أن رسول الله صلى الله عليه وسلم بينما هو جالس في المسجد والناس معه إذ أقبل 3 نفر فأقبل 2 إلى رسول الله صلى الله عليه وسلم وذهب واحد قال فوقف على رسول الله صلى الله عليه وسلم فأما أحدهما فرأى فرجة في الحلقة فجلس فيها وأما الآخر فجلس خلفهم وأما الثالث فأدبر ذاهبا فلما فرغ رسول الله صلى الله عليه وسلم قال ألا أخبركم عن النفر الثلاثة أما أحدهم فآوى إلى الله فأواه الله إليه وأما الآخر فاستحيا الله منه وأما الآخر فأعرض الله عنه. ഈ ഹദീസിൻ്റെ റാവികൾ 5 പേരാണ്. ഒന്ന്, ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിൻ്റെ ഉസ്താദായ ഇസ്മാഈൽ ബിൻ ഔസ് എന്നവർ. രണ്ടാമത് മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹു, ഇമാം മാലിക് റളിയല്ലാഹു അൻഹു. മൂന്നാമത് ഇസ്ഹാഖ് ബിൻ അബ്ദുല്ലാഹി ബിൻ അബി ത്വൽഹത എന്ന മഹാൻ, ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഉമ്മയുടെ, അനസ് റളിയല്ലാഹുവിൻ്റെ ശേഷമുള്ള ഉമ്മു സലീം റളിയല്ലാഹു അൻഹുവിൻ്റെ ഭർത്താവാണ് അബൂ ത്വൽഹ. ആ അബൂ ത്വൽഹ എന്നവരുടെ മകനാണ് അബ്ദുള്ള, മുസ്ലിമിൻ്റെ മകനുമാണ്. അപ്പം അനസ് റളിയല്ലാഹു അൻഹുവിൻ്റെ അഞ്ചനാണ് അബ്ദുള്ള എന്നവർ, ഉമ്മ ഭാഗത്തിൽ കൂടെയുള്ള. അവരുടെ മകനാണ് ഇസ്ഹാഖ് എന്നവർ. അനസ് റളിയല്ലാഹു അൻഹു ഉണ്ടായതിൻ്റെ ശേഷം മുസ്ലിമിനെ കല്യാണം കഴിച്ചതാണ് അബൂ ത്വൽഹത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹു. അവരുടെ മകൻ്റെ മകൻ ഇസ്ഹാഖ് എന്നവർ. അനസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഉമ്മത്തെ സഹോദരൻ്റെ മകൻ. ഈ അബ്ദുള്ള എന്ന അനസ് റളിയല്ലാഹുവിൻ്റെ സഹോദരനിക്ക് ധാരാളം മക്കളുണ്ട്. അതിൽപ്പെട്ടവരാണ് ഒന്ന് ഈ പറഞ്ഞ ഇസ്ഹാഖ്, പിന്നെ അബ്ദുള്ള, യാക്കൂബ്, ഇസ്മായിൽ, ഉമർ, ഇവരെല്ലാവരുമുണ്ട്. ഇവരെ കൂട്ടത്തിൽ ഏറ്റവും പ്രഗത്ഭൻ ഇസ്ഹാഖ് എന്നവരാണ്.
ഇമാം മാലിക് റളിയല്ലാഹു അൻഹു അവർക്ക് ഇസ്ഹാഖിനെ തൊട്ട് ഒരു ഹദീസ് ലഭിച്ചാൽ പിന്നെ അവരെക്കാളും ഹദീസിൻ്റെ വിഷയത്തിൽ ഒരാളെയും മുന്തിക്കൂല. ഹദീസിൻ്റെ വിഷയത്തിൽ വലിയ കേമൻ ഇസ്ഹാഖ് ബിൻ അബ്ദുള്ളയാണ് എന്ന ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പറയല്. അവിടെ വഫാത്തുള്ളത് 132 ധാരാളം ശിഷ്യന്മാർ ആളുകൾ അവിടെ തൊട്ട് ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവർ റിപ്പോർട്ട് ചെയ്ത പ്രധാനിയാണ് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു. നാലാമത്തെ റാവി അബൂ മുറ റളിയല്ലാഹു അൻഹു ബിളമ്മിൽ മീമി വതസ്ദീദിർ റാ, അബൂ മുറ എന്നാണ്. അവിടെ പേര് യസീദ് എന്നാണ്. അവർ ബഹുമാനപ്പെട്ട അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ സഹോദരനായ അഖീൽ ബിൻ അബി ത്വാലിബ് എന്നവർ ഇത്കല്ലി സ്വതന്ത്രനാക്കിയവരാണ് അബൂ മുറ എന്നവർ. അവിടെ ഒരു അഭിപ്രായമുണ്ട് അലി റളിയല്ലാഹു അൻഹു ഇത്കല്ലിയവരാണ് എന്നും അഭിപ്രായമുണ്ട്. അതല്ല, അലി റളിയല്ലാഹു അൻഹുവിൻ്റെ പെങ്ങളായ ഉമ്മുഹാനി അവർ ഇത്കല്ലിയവരാണ് എന്നും അഭിപ്രായമുണ്ട്. അതാണ് ഇബ്നു ഹജർ അൽ അസ്കലാനി തങ്ങളൊക്കെ പ്രത്യേകമായി എടുത്ത് പറഞ്ഞിട്ടുള്ളത്. ഉമ്മുഹാനിയാണ് ഇത്കല്ലിയത്. പക്ഷേ ഉമ്മുഹാനി ഇത്ക്ക് ചെല്ലിയ ആളാണെങ്കിലും അവർ എപ്പോഴും ഉമ്മുഹാനീൻ്റെ സഹോദരനായ അഖീൽ റളിയല്ലാഹു അൻഹുവിൻ്റെ കൂടെയായിരുന്നു നടന്നിരുന്നത്. അതുകൊണ്ടാണ് അഖീലിൻ്റെ മൗല എന്ന് പറയുന്നത്. മുലാദിനാമുലാവസത്തിനുള്ള മൗല എന്ന് പറച്ചിലാണ്. ഈ അബൂ മുറ എന്നവർ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു തൊട്ട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തൊട്ട് അബൂ ദർദാ റളിയല്ലാഹു അൻഹു തൊട്ട് അബൂ വാഖിദ് റളിയല്ലാഹു അൻഹു തൊട്ടെല്ലാം ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവരെ തൊട്ട് അവർക്ക് ധാരാളം ശിഷ്യന്മാരുമുണ്ട്. അഞ്ചാമത്തെ ആള് അബൂ വാഖിദ് റളിയല്ലാഹു അൻഹുവാണ്. ബിൽ കാഫിൽ മക്സൂറ വബിദ്ദാലിൽ മുഹ്മല മഷ്ഹൂറും ബി കുന്യത്തിഹി. അബൂ വാഖിദ് എന്ന പേരിലാണ് അവരറിയപ്പെടുന്നത്. അവരുടെ പേരെന്താണെന്ന് അഭിപ്രായ വ്യത്യാസമുണ്ട്. ഹാരിസ് ബിൻ ഔഫാണ് എന്നും അഭിപ്രായമുണ്ട്. അതല്ല ഹാരിസ് ബിൻ മാലിക് ആണെന്ന അഭിപ്രായമുണ്ട്. പല അഭിപ്രായങ്ങളുമുണ്ട്. ഹാരിസ് ബിൻ ഔഫ് എന്നുള്ളതാണ് അഭിപ്രായങ്ങൾ വെച്ച് ഏറ്റവും റാജിയുടെ പേര് ഹാരിസ് എന്നുള്ളതാകുന്നു എന്നാണ്. അവർ ബദറിൽ പങ്കെടുത്തു എന്ന് പറയുന്നവരുണ്ട്. ബദരീങ്ങളിൽപ്പെട്ടവരാണ് അബൂ വാഖിദ് എന്നവരെന്ന് പറയുന്നവരുണ്ട്. എന്നാൽ അവരെ മൂസ ബിൻ ഉഖ്ബ എന്നയോ ഈ മുഹമ്മദ് ബിൻ ഇസാഖ് എന്ന വലിയ വലിയ ചരിത്രകാരന്മാരൊന്നും അവരുടെ പേര് ബദരീങ്ങളെ കൂട്ടത്തിൽ എണ്ണിയിട്ടില്ല. അവർ ആദ്യകാലം മുസ്ലിമായി എന്നുള്ളതാണ് റാജിഹ്. എന്നാൽ അവർ മക്കമ്പത്തിന മുസ്ലിമായത് എന്നും അഭിപ്രായങ്ങളുണ്ട്. അവർ പറയുന്നത് ഞാൻ ഹുനൈന് പങ്കെടുത്തു എന്ന് മഹാനവർകൾ പറയുന്നുണ്ട്. ബാക്കിയുള്ള യുദ്ധത്തിലെല്ലാം പങ്കെടുത്തു എന്ന് പറയുന്നില്ല. ഞാൻ ഹുനൈനിൽ പങ്കെടുത്തവരാണ്. അതുപോലെ റസൂലുള്ളാഹിന്റെ വഫാത്തിൻ്റെ ശേഷം അവർ യർമൂക്ക് യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. പിന്നെ യർമൂക്ക് യുദ്ധം കഴിഞ്ഞതിന് ശേഷം അവർ മക്കത്ത് വന്ന് താമസമാക്കുകയും 1 വർഷം അവിടെ താമസിച്ച് അവർ വഫാത്താവുകയും ചെയ്തു. അവരെ മക്കത്ത് മുഹാജിരീങ്ങളെ പ്രത്യേകമായി കബറടക്കുന്ന സ്ഥലത്താണ് കബറടക്കിയത്. അവർക്ക് അബൂ വാഖിദ് എന്നവർ സ്വഹാബിയാണ്, അതിൽ വ്യത്യാസമില്ല. പഴയ കാലത്ത് മുസ്ലിമായവരോ അതല്ല മക്കമ്പത്തോടുകൂടെ മുസ്ലിമായവരോ എന്നുള്ള വ്യത്യാസമുണ്ട്. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തൊട്ട് മർഫൂ ആയ 24 ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ പറഞ്ഞ ഹദീസ് ഇപ്പം ഓതാൻ പോകുന്ന ഈ ഹദീസ്, ഈ 3 വ്യക്തികളുടെ ഹദീസ്, ആ ഹദീസാണ് മുത്തഫഖ് അലൈഹിയായ ഹദീസുള്ളത്. മുസ്ലിമിൽ അവർക്ക് വേറൊരു ഹദീസും കൂടി ഉണ്ട്. ഇപ്പോൾ മുസ്ലിമിൽ 2 ഹദീസുണ്ട്. ബുഖാരിയിൽ അവർക്ക് ഈ ഓകുന്ന ഹദീസ് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ബുഖാരിയിൽ ഒരൊറ്റ സ്വഹാബിനെ തൊട്ട് 1 പ്രാവശ്യം മാത്രം റിപ്പോർട്ട് ചെയ്ത ഹദീസ്, ഒരു സ്വഹാബിനെ തൊട്ട് 1 തവണ മാത്രം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് അബൂ വാഖിദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസുള്ളത്. ഈ അബൂ മുറ എന്ന പേരിൽ വേറെയും 3 ആളുകളുണ്ട്. അബൂ മുറ എന്ന പേരിലിട്ട് വേറെ 2 ആള്. ഒന്ന് ഈ പറഞ്ഞ അബൂ മുറ തന്നെ, നമ്മൾ പറഞ്ഞ ചർച്ച ചെയ്തുകൊണ്ട് അബൂ മുറ. വേറൊന്ന് അബൂ വാഖിദ് മൗല റസൂൽ, അല്ല അബൂ മുറ അല്ല, അത് കഴിഞ്ഞു പോയില്ല. അബൂ വാഖിദ്. അബൂ വാഖിദ് എന്ന പേരിൽ 3 ആളുണ്ട്. ഒന്ന് ഈ പറഞ്ഞ ആള്. രണ്ടാമത്തെ റസൂലുള്ളാഹി തങ്ങൾ ഇത്കല്ലി വിട്ട ഒരു അബൂ വാഖിദ് ഉണ്ട്, റസൂലുള്ളാഹിന്റെ അടിമയായിരുന്ന അബൂ വാഖിദ്. മൂന്നാമത്തത് അബൂ വാഖിദ് നുമൈരി എന്ന് പറയുന്ന ഒരാളുമുണ്ട്, ബഹുമാനപ്പെട്ട ഇമാം നാഫിന്റെ ശിഷ്യനായിട്ടുള്ള.
അങ്ങനെ ബഹുമാനപ്പെട്ട അബൂ വാഖിദ് റളിയല്ലാഹു അൻഹു പറയാണ്, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, തീർച്ചയായും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബൈനമാ ഹുവ ജാലിസുൻ ഫിൽ മസ്ജിദ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മസ്ജിദുൻ നബവിയിൽ ഇരിക്കുന്നവരായി കൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ, ഏത് സ്ഥിതിയിൽ, വന്നാസു സ്വഹാബികളായ ജനങ്ങൾ, മഅഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് കൂടെയുണ്ട്. ഇത് അക്ബല സലാസത്തു നഫരിൻ, ആ സമയത്ത് 3 ആളുകൾ മുന്നിട്ട് വന്നു. നബിൻ്റെ ചുറ്റും ധാരാളം ആളുകളുണ്ട്. ആ സമയത്താണ് 3 ആളുകൾ പള്ളിയിലേക്ക് മുന്നിട്ട് വരുന്നത്. 3 ആളുകളാണ്. ഫഅഖ്ബല ഇത്നാൻ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, ആ 3 ആളിൽ നിന്ന് 2 ആള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് മുന്നിട്ട് വന്നു. അപ്പോൾ 2 അക്ബലുണ്ട്. ഒന്ന് 3 ആളുകൾ പുറത്ത് നിന്ന് പള്ളിയിലേക്ക് കയറി വന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹലക്ക അവിടെ നടക്കുകയാണ്. ആ നടക്കുമ്പം 2 ആൾ നബി തങ്ങളുടെ മജ്ലിസിലേക്ക്, നബി തങ്ങളുടെ അടുക്കലേക്ക് മുന്നിട്ട് വന്നു. വദഹബ വാഹിദുൻ, ഒരാൾ നബിൻ്റെ അടുക്കലേക്ക് വരാതെ പിന്തിരിഞ്ഞു പോയി, ഒറ്റ പോക്കാണ്ട് പോയി. ഖാല, റാവിയായ അബൂ വാഖിദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഫവഖഫ അലാ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ 2 ആള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിൽ അവിടെ നിന്നു. ഫതുൽ ബാരി പറയാണ്, സാദ അക്സർ റുവാത്തിൽ മുഅത്ത ഫലമ്മ വഖഫ സല്ലമ വഖദാ ഇൻദ തുർമുദി വൻ നസായി, നസായിൻ്റെയും തുർമുദിൻ്റെയും റിവായത്തിലുണ്ട്, മുഅത്തയിലൊക്കെ ഉണ്ട്. ഫലമ്മ വഖഫ സല്ലമ, 2 ആൾ വന്നു നബിൻ്റെ സദസ്സിൻ്റെ അടുത്ത് അങ്ങനെ വന്ന് നിന്ന് കാണുമ്പോൾ 2 ആളും സലാം ചൊല്ലി. വലം യദ്കുറിൽ മുസന്നിഫ് ഹുനാ വലാ ഫി സ്വലാത്തി അസ്സലാമ, നിസ്കാരത്തിൻ്റെ ബാബിൽ ഇതേ ഹദീസ് വരാൻ പോകുന്നുണ്ട്, അബൂ വാഖിദിൻ്റെ ഹദീസ്. അവിടെയോ ഇവിടെയോ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിവായത്തിൽ സലാം പറഞ്ഞ വിഷയം വന്നിട്ടില്ല. അതുപോലെ ഇമാം മുസ്ലിമിൻ്റെ റിവായത്തിലും സലാം ചൊല്ലി എന്നില്ല. എന്തായാലും മറ്റു റിവായത്തിലുണ്ട്, മുഅത്തയിലുണ്ട്, തുർമുദിയിലുണ്ട്, നസായിലുണ്ട്. ഫതുൽ ബാരിയിൽ ഇബ്നു ഹജർ അൽ അസ്ഖലാനി തങ്ങൾ പറയാണ്, വയുസ്തഫാദു മിൻഹു അന്ന ദാഖില യബ്ദഉ ബിസ്സലാം, കയറി വരുന്ന ആളാണ് സലാം ചൊല്ലേണ്ടത്. വന്നൽ ഖായിമ യുസല്ലിമു അലൽ ഖായിദി, ഇരിക്കുന്നവരുടെ മേലിൽ നിൽക്കുന്നവരാണ് സലാം ചൊല്ലേണ്ടത് എന്നെല്ലാം ഈ ഹദീസിൽ നിന്ന് പിടിക്കാം. കാരണം നബി തങ്ങളെ മുമ്പിലാണ്, നബി തങ്ങളെ മൗനം സമ്മതമാണ്, ഈ തക്രീർ ഇക്റാർ ഉണ്ടാവിടെ. നബി തങ്ങളെ അടുത്ത് മുന്നിൽ വന്നിട്ട് 2 ആൾ നിൽക്കുന്നു, അവർ നബിയോടും സദസ്സിനോടും സലാം പറയുന്നു. അങ്ങനെയല്ല, ഇവിടെ ഇരിക്കുന്നവർ അവരോട് സലാം പറയുകയാണെങ്കിൽ നബി തങ്ങൾ പറയണ്ടേ, നിങ്ങളെല്ലാം സലാം പറയണ്ടേ, ഞങ്ങളാണ് പറയേണ്ടത് പറയല്ലോ. അത് പറയാത്ത ഉടനെ തെളിവാണ് സലാം പറയേണ്ടത്. വരുന്നവരാണ് സദസ്സിനോട് സലാം പറയേണ്ടത്, നിൽക്കുന്നവരാണ് ഇരിക്കുന്നവരോട് സലാം പറയേണ്ടത്. പിന്നെ അവിടെ സലാം മടക്കിയ കഥ ഒരു റിവായത്തിലുമില്ല. കാരണം എന്താ, അത് മശൂറും മുസ്തഫീദും ആയതല്ലേ, സലാം പറഞ്ഞാൽ സലാം അടക്കണമെന്നുള്ളത്. അത് ഫതുൽ ബാരി പറയുന്നത്, വഇന്നമാലം യുദ്കർ റദ്ദുസ്സലാമി അലൈഹിമാ ഇക്തിഫാഅൻ ബിശുഹ്റതിഹി, അത് സലാം പറഞ്ഞാൽ മടക്കുന്നുള്ളത് ഉറപ്പല്ലേ, അതുകൊണ്ടാണ് അതിവിടെ പറയാത്തത്. അങ്ങനെ 2 ആള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലിൽ അടുത്ത് വന്ന് അവിടെ നിന്നു. അവിടെ ഒരു ചർച്ച ഉണ്ട്. അവിടെ വന്നിരുന്നപ്പോൾ എന്തേ, അവര് തഹിയ്യത്ത് നിസ്കരിച്ച കഥ പറയാത്ത, നിസ്കരിക്കാതെന്തേ. അതാ ഫതുൽ ബാരി പറയാണ്, വലം യുദ്കർ അന്നഹുമാ സല്ലയാ തഹിയ്യത്തൽ മസ്ജിദി, പള്ളിയിൽ തഹിയ്യത്ത് നിസ്കരിക്കുന്ന വിഷയം പറയപ്പെട്ടില്ലല്ലോ. അതിന് കൊന്നിരിക്കൽ അന്ന് തഹിയ്യത്ത് നിസ്കാരം വാരിതായിട്ടുണ്ടാവൂല, അല്ലെങ്കിൽ അവർക്ക് തഹിയ്യത്ത് നിസ്കരിക്കാൻ പറ്റിയ രീതിയിൽ ഒതുവോട് കൂടെ വന്നിട്ടുണ്ടാവൂല, അല്ലെങ്കിൽ അവർ തഹിയ്യത്ത് നിസ്കരിച്ചേക്കാം. ആ വിഷയം ഇവിടെ അറിയപ്പെട്ട കാര്യമായതുകൊണ്ട് ഇവിടെ പറഞ്ഞിട്ടില്ല. നബിയുടെ അടുക്കലേക്ക് മുന്നിട്ട് വരുന്നതിൻ്റെ മുമ്പ് തന്നെ പള്ളിയിൽ കയറി അവിടെ നിസ്കരിച്ചിട്ടായിരിക്കാം നബി തങ്ങളുടെ അടുക്കലേക്ക് അവർ കയറി വന്നിട്ടുണ്ടാകുക.
ഇങ്ങനെ പല ഇഹ്തിമാലുകളും അതിൽ പറയപ്പെടുന്നുണ്ട്. എന്തായാലും നമ്മുടെ ഹദീസിൽ വാരിദായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടുക്കലേക്ക് രണ്ടാൾ മുന്നിട്ട് വന്നു, ഒരാൾ നേരെ സദസ്സിലിരിക്കാതെ എഴുന്നേറ്റ് പോയി. വദഹബ വാഹിദുൻ ഖാല, റാവിയായ അബൂ വാഖിദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഫവഖഫ അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. അങ്ങനെ ആ കയറി വന്ന ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലിൽ അവിടെ നിന്നു. നബിൻ്റെ മേലിലായിട്ട് വന്നിട്ട് സദസ്സിൻ്റെ ബാക്കിൽ വന്ന് ഒരാൾ നിന്നു. എന്നിട്ടാണ് സലാം ചൊല്ലിയത്. ഫഅമ്മാ അഹദുഹുമാ, അപ്പോൾ രണ്ടിൽപ്പെട്ട ഒരാൾ ഫറഅ ഫുർജതൻ ഫിൽ ഹലകതി, ഹലക്കയിൽ ആ സദസ്സിൽ, ലാമിന് ഫതഹ കൊണ്ടാണെന്നുള്ളതാണ് ലബ്ത്തുള്ളത്, അതല്ല സുക്കൂനും പറ്റും എന്നും അഭിപ്രായമുണ്ട്. അങ്ങനെ ആ വന്ന ആളുകൾ അവിടെ വന്ന് ഇരുന്നു. ഒരാൾ ഫുർജത്തൻ, ഒരാൾ കണ്ടു, ഒരു വടവിനെ കണ്ടു, ഫിൽ ഹലക്കത്തി, ഹലക്കയിൽ. ഫജലസ ഫിഹാ, അവർ ആ ഹലക്കയിൽ വടവ് കണ്ടപ്പം ആ വടവിൽ പോയി ഇരുന്നു. ഫുർജത്ത് ഫർജത്ത് എന്നെല്ലാം പറയാമെന്ന് പറയുന്നുണ്ട്. വഅമ്മല്ലാഖറു, അപ്പോൾ ഒരാൾ അങ്ങനെ രണ്ടാളും വന്ന് നോക്കി നിൽക്കുകയാണല്ലോ, നോക്കി നിന്ന് സലാം പറഞ്ഞു. രണ്ടാൾ അങ്ങനെ നോക്കിയപ്പോൾ ഒരാൾ മുന്നിൽ ഒരു വടവ് കണ്ടു, ആ വടവിലേക്ക് കയറി വന്നിരുന്നു. അമ്മല്ലാഖറോ, ആ കയറി വന്ന രണ്ടാളിൽ നിന്നുള്ള രണ്ടാൾപ്പെട്ട മറ്റേ ആള് ഫജലസ ഖൽഫഹും, ആ മജ്ലിസിന്റെ ഹലക്കയുടെ ബാക്കിൽ അവിടെ ഇരുന്നു. വഅമ്മസ്സാലിസു, മൂന്നാമത്തവൻ ഫഅദ്ബറ ദാഹിബ, അയാൾ പോകുന്നവനായ സ്ഥിതിയിൽ പിന്തിരിഞ്ഞു, സദസ്സിലേക്ക് വന്നില്ല, നബി തങ്ങളെ പറ്റി മെയിൻ ചെയ്തില്ല. ഫലമ്മാ ഫറഗ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നബി തങ്ങളുടെ ഈ ഖുത്ബയിൽ നിന്ന്, ഈ ക്ലാസ്സിൽ നിന്ന് തീർന്ന് വിരമിച്ചപ്പോൾ ഖാല, റസൂലുള്ളാഹി പറഞ്ഞു, അലാ ഉഖ്ബിറുകും അനിൻ നഫരിസ് സലാസ, ഈ സദസ്സ് കഴിഞ്ഞതിൻ്റെ ശേഷം തിരിച്ചു വന്ന ആ 3 വിഭാഗത്തെ പറ്റി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? ഹദീസിൽ പറയുന്നു, സഹാബികൾ നഅം എന്ന് മറുപടി പറഞ്ഞു. ഞാൻ നിങ്ങൾക്ക് 3 ആൾ നമ്മൾ ക്ലാസ് തുടങ്ങിയ ശേഷം വന്നല്ലോ, അവരെ പറ്റി നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. 3 സ്വഭാവക്കാരാണ്. ഒരാൾ വന്നു, സലാം പറഞ്ഞു, മുന്നിലേക്ക് സദസ്സിലേക്ക് നോക്കി, വടവ് കണ്ടു, വടവിലേക്ക് കയറിയിരുന്നു. മറ്റേ ആൾ വന്നു, സലാം പറഞ്ഞു, വടവിലേക്ക് നോക്കി, ബാക്കിൽ അവിടെ ഇരുന്നു. മൂന്നാമത്തെ ആള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ക്ലാസ് എടുക്കുന്നത്. നദീറില്ലാത്ത ക്ലാസ്സാണ്, പള്ളിയിൽ കയറിയ ആളാണ്. അയാളത് മെയിൻ്റെ ചെയ്യാതെ ഒറ്റ പോക്കാണ്ട് പോയി. ഈ 3 ആളെപ്പറ്റി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? റസൂലുള്ളാഹി പറയാണ്, അമ്മ അഹദുഹും, അപ്പം അവരിൽപ്പെട്ട ഒരാൾ ഫആവാ ഇലല്ലാഹ് ഫആവാഹുല്ലാഹ്, അവിടെ പല നിലക്കും റിവായത്തുണ്ട്. ആവാ ഇലല്ലാഹ് ഫആവാഹു ഇലല്ലാഹ് എന്ന് റിവായത്തുണ്ട്. അവിടുത്തെ ഏറ്റവും കൂടുതൽ റിവായത്തുള്ളത് ആദ്യത്തോട്ട് നീട്ടിയിട്ട് ആവാ ഇലല്ലാഹ് ഫഅവാഹു ഇലല്ലാഹ് എന്നുള്ളതാണ് റിവായത്തിൽ വെച്ച് ഏറ്റവും കൂടുതലുള്ള റിവായത്ത് എന്ന് ഫത്ഹുൽ ബാരി പറയുന്നുണ്ട്. ഖാലിൽ ഖുർത്തുബി, റിവായത്തു സ്വഹീഹത്തു ബികസ്രിൽ അവ്വലി വ മദ്ദിസാനി, ബികസ്രിൽ അവ്വലി, അപ്പോൾ അവ ആദ്യത്തോടത്ത് അവ ഇലല്ലാഹ് ഫആവാഹു ഇലല്ലാഹ്, ഞാൻ ആദ്യം പറഞ്ഞ പൈസ തോന്നുന്നുണ്ട്. ആദ്യത്തോടത്ത് കസർ അവ ഇലല്ലാഹ്, രണ്ടാമത്തോടത്ത് ആവാഹു ഇലല്ലാഹ് ആവാഹു ഇലല്ലാഹ്, ആ നീട്ടാണ്ടായിട്ട് അവ ഇലല്ലാഹ് ഫആവാഹു ഇലല്ലാഹ്. ഇതാണ് റാജിയായ സ്വഹീഹായ ഖിറാഅത്ത് എന്ന ഖുർത്തുബി പറഞ്ഞത്. എന്നാൽ ഐനി പറയുന്നത് പല 4 രൂപത്തിൽ റിവായത്തുണ്ട് എന്നാണ്. ആദ്യത്തോടത്ത് കസർ, രണ്ടാമത്തോടത്ത് മദ്, രണ്ടിലും കസർ, രണ്ടിലും മദ്. വഅമ്മല്ലാഖറു, അപ്പോൾ മറ്റേ ആള്, ഒരാൾ അള്ളാഹുവിലേക്ക്
അല്ലാഹു സുബ്ഹാനഹു തആലയിലേക്ക് ഒന്നാമത്തെ ആള് അഭയം പ്രാപിച്ചു, അള്ളാഹുവിലേക്കാണ്ട് ഇൽത്തിജാ ചെയ്തു. അല്ലാഹു തആല അദ്ദേഹത്തിനേക്ക് അഭയം നൽകി. അള്ളാഹു ഒന്നാമത്തെ ആള് അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് അഭയം പ്രാപിച്ചപ്പോൾ അള്ളാഹു തആല അവർക്ക് അഭയം നൽകി. വഅമ്മല്ലാഖറു, അപ്പോൾ രണ്ടാമത്തെ ആള് ഫസ്തഹിയാ, അദ്ദേഹം ലജ്ജ കാട്ടി. ഫസ്തഹിയല്ലാഹു മിൻഹു, അദ്ദേഹത്തിനെ തൊട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലയും ലജ്ജ കാട്ടി. അതിൻ്റെ അർത്ഥം ഫസ്തഹിയ എന്ന് പറഞ്ഞാൽ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സദസ്സിൻ്റെ സദസ്സിലേക്ക് വന്നു. ബാക്കിൽ നിന്ന് മുന്നിലേക്ക് കയറി ചെല്ലാൻ ഞാൻ അതിന് മാത്രമില്ല എന്ന് മനസ്സിലാക്കി ലജ്ജ കാട്ടി. മുന്നിലുള്ള ഇടവടവുകൾ വേറെയുമുണ്ട്, ആ വടവിലേക്ക് കയറി നിന്നില്ല. അദ്ദേഹം കയറി നിൽക്കാതിരിക്കാനുള്ള കാരണം ഇൽമിൻ്റെ സദസ്സിനോടോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടോ ഉള്ള മതിപ്പ് കുറവല്ല. പിന്നെ എന്താണ്, അദ്ദേഹത്തിനേക്ക് മതിപ്പുണ്ട്, സ്നേഹമുണ്ട്. പക്ഷേ അദ്ദേഹം സ്വയം ഒരു വലിയ ആളല്ല, അവിടെ ഉള്ളോലാണ് വലിയോര്. അവരെല്ലാം തട്ടി മാറ്റി ചാടിക്കടന്ന് മുന്നിലേക്ക് പോകാൻ മാത്രം ഞാനില്ല എന്ന് മനസ്സിലാക്കി. അങ്ങനെ അദ്ദേഹം വേക്കിലിരുന്നപ്പോൾ ഫസ്തഹിയല്ലാഹു മിൻഹു, അദ്ദേഹത്തെ തൊട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ലജ്ജ കാണിച്ചു. അദ്ദേഹത്തെ അല്ലാഹു തആല ശിക്ഷിക്കൂല, അദ്ദേഹത്തിന് എല്ലാ ദോഷങ്ങളും അല്ലാഹു പുറത്തു കൊടുത്തു, ഉന്നതിയിലേക്ക് അല്ലാഹു തആല എത്തിച്ചു. വഅമ്മൽ ആഖിറു, ഇപ്പം മറ്റോന് അവൻ തിരിഞ്ഞു കളഞ്ഞു അല്ലാഹുവിനെ തൊട്ട്, അല്ലാഹു റസൂലിനെ തൊട്ട്, ഇൽമിൻ്റെ മജ്ലിസിനെ തൊട്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ തൊട്ട് പിന്തിരിഞ്ഞു കളഞ്ഞു. അല്ലാഹു അവനെ വേണ്ട ഒഴിവാക്കി മാറ്റി. അല്ലാഹു അവനെ തൊട്ട് പറ്റ പിന്തിരിഞ്ഞു. അല്ലാഹു റഹ്മത്തിനെ തൊട്ട് അവനെ പിന്തിരിഞ്ഞു, റഹ്മത്ത് നൽകിയില്ല. ഇത് നമ്മൾ വെച്ചതർത്ഥം അമ്മ അഹദുഹും ഫഅവാ ഇലല്ലാഹ് ഫഅവാഹുല്ലാഹ് എന്ന് പറഞ്ഞോടത്ത് നമ്മൾ ഖബറായിട്ടാണ് ഇങ്ങനെ സംഭവിച്ചു എന്ന്. ഞാൻ അവിടെ ഇമാമികൾ പറഞ്ഞ ദുആയിട്ട് അർത്ഥം വെക്കുക. അങ്ങനെ അവരിൽപ്പെട്ട ഒരാളാകുന്നത് ഫഅവാ ഇലല്ലാഹ്, അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് അഭയം തേടി. ഫഅവാഹുല്ലാഹ്, അല്ലാഹു അവനിക്ക് അഭയം നൽകട്ടെ. വഅമ്മൽ ആഖിറു, മറ്റോൻ ഫസ്തഹിയ, അവൻ ലജ്ജ കാട്ടി. ഫസ്തഹിയല്ലാഹു മിൻഹു, അവനെ തൊട്ട് അല്ലാഹു ശിക്ഷിക്കലിനെ തൊട്ട് ലജ്ജ കാണിക്കട്ടെ. അല്ലാഹു അവനിക്ക് എല്ലാവിധ അനുഗ്രഹവും സൗഭാഗ്യവും നൽകട്ടെ. വഅമ്മൽ ആഖിറു, അപ്പോൾ മറ്റോൻ ഫഅറള, അവൻ പിന്തിരിഞ്ഞു കളഞ്ഞു. ഫഅറളല്ലാഹു അൻഹു, അവനെ തൊട്ട് അല്ലാഹു പിന്തിരിയട്ടെ എന്ന് ദുആയുമാവാം എന്ന് ഇമാമികൾ പറയുന്നുണ്ട്. ഇവിടെ പ്രധാനപ്പെട്ട് ചിന്തിക്കേണ്ട വിഷയം, ഇൽമിൻ്റെ മജ്ലിസുകൾ, പ്രത്യേകിച്ചും മഹാന്മാരായ ഔലിയാക്കൾ, മഹാപണ്ഡിതന്മാർ ദർസ് നടത്തുന്നിടത്ത് അവരിത് പലരും കേൾക്കണമെന്ന് വിചാരിച്ച് ദർസ് നടത്തുന്നവരാകുമ്പോൾ പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് അവർ നടത്തുന്നതെങ്കിൽ ആ ഇൽമിൻ്റെ സദസ്സിലേക്ക് കയറി ചെന്ന് ഇവൻ കയറി വരികയാണെന്ന് മനസ്സിലാക്കി ഇൽമിൻ്റെ സദസ്സിലേക്ക് കയറി വരികയാണ് എന്ന് മനസ്സിലാക്കിയതിൻ്റെ ശേഷം പിന്നീട് അവർ ക്ലാസ് എടുക്കുമ്പോൾ അത് ലംഘിച്ച് അതിനൊരു സ്ഥാനം നൽകാതെ ധിക്കരിക്കുന്ന നിലക്ക് ആ പിന്തിരിഞ്ഞു പോവൽ വലിയ ലക്ഷണക്കേടാണ്, ഇറാദിൻ്റെ ലക്ഷണമാണ്. ഇന്നത്തെ കാലത്ത് ഈ ഓൺലൈൻ ക്ലാസ്സുകളിൽ കാണാം, വാട്സപ്പ് ഗ്രൂപ്പുകളിലെ ക്ലാസ്സുകളിൽ കാണാം. ചില ആളുകൾ ഗ്രൂപ്പ് ഓപ്പൺ ആക്കുമ്പോൾ തന്നെ ഗ്രൂപ്പ് വന്ന് ചേരും. എന്നിട്ട് അവരെന്ത് ചെയ്യും, ക്ലാസ് തുടങ്ങുമോ അത് ലെഫ്റ്റ് ആവും. എന്തിന്, ക്ലാസ് എടുക്കുന്ന ആളെ ഒന്ന് നിങ്ങളെ ക്ലാസ് ഞങ്ങൾക്ക് ഇഷ്ടമില്ല അത് വരുത്തുന്നു എന്ന് വരുത്താൻ വേണ്ടിയിട്ട്, ഈ ക്ലാസ്സിനെ പറ്റി ഒന്ന് ധിക്കരിക്കാൻ വേണ്ടിയിട്ട് ഒരു ലെഫ്റ്റ് അപ്പാവും. ലെഫ്റ്റ് ആണെങ്കിൽ എത്രയോ മുമ്പ് ലെഫ്റ്റ് ആയിക്കൊണ്ടെങ്കിൽ അതിന് ചേരേണ്ട ആവശ്യമില്ലല്ലോ. അല്ലെങ്കിൽ ഈ ആ പ്രധാനപ്പെട്ട സമയത്ത് ലെഫ്റ്റ് ആവണ്ടല്ലോ എന്ന മാതിരി ഇൽമിൻ്റെ സദസ്സുകളിലേക്ക് ചില ആളുകൾ കയറി വരുമ്പോൾ അതിൽ നിന്ന് ധിക്കരിച്ചും കൊണ്ട് ഇറങ്ങിപ്പോവുക.
അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത് കൂടെ വന്നിട്ട് കയറി ഇരിക്കാതെ പോവുക, അതെല്ലാം ധിക്കാരത്തിൻ്റെ ഭാഗമാണ്. അള്ളാഹു പിന്തിരിയാൻ കാരണമായി വരും. മഹാന്മാരായ അള്ളാഹുവിനെ സ്മരിക്കപ്പെടുന്ന ക്ലാസ്സുകളെ പറ്റിയാണ് ഈ പറയുന്നത് എന്നല്ലാതെ എല്ലാ ക്ലാസ്സുകളെ പറ്റിയല്ല പൊതുവെ പറഞ്ഞത്. അള്ളാഹുവിൻ്റെ വജീഹിന് വേണ്ടി നടത്തുന്ന ക്ലാസ്സുകളാകുമ്പോൾ ഇൽമാണ് പറയുന്നത് എങ്കിൽ അവിടെ അതിനെ ധിക്കരിക്കരുത്. പിന്നെ വേറെ രണ്ട് മഹത്തുക്കൾ. ഒരാളാരാ? കുറച്ച് ഹിമ്മത്തുള്ള ആളാണ്. അദ്ദേഹത്തിന് നബിയുടെ അടുക്കലേക്ക് നിൽക്കണം, സദസ്സിൻ്റെ മര്യാദ പാലിക്കണം, സദസ്സിൽ മുന്നിൽ ഫിൽ ചെയ്ത് പോകണം എന്ന് മനസ്സിലാക്കി അള്ളാഹുലേക്ക് അഭയം തേടലാണ്. അത് ഇൽമിൻ്റെ മജ്‌ലിസ് എന്ന അള്ളാഹുവിലേക്കുള്ള മജ്‌ലിസ് അഭയം തേടുന്ന സ്ഥാനമാണ്. വളരെ ചിന്തിക്കേണ്ട പ്രയോഗമാണത്. അങ്ങനെ അവരത് അള്ളാഹുലേക്ക് അഭയം തേടിയവരായതുകൊണ്ട് അള്ളാഹു അവർക്ക് എല്ലാവിധ അഭയവും നൽകി. രണ്ടാമത്തെ ആള്, അദ്ദേഹം മഹാനാണ്, പക്ഷേ സ്വയം ഒരു നിലവാരമില്ലാത്ത ആളാണ്. ഞാൻ അതിന് മാത്രമൊന്നും പോരാന്നുള്ള ചിന്തയിലാണ് ലജ്ജ കാട്ടിയത്. അത് നല്ല ലജ്ജയാണ്. നമ്മുടെ പള്ളികളിലെല്ലാം കാണാം, നമ്മുടെ സദസ്സുകളിലെല്ലാം കാണാം. ചില മുഹിബീങ്ങളായ ആളുകൾ നേരത്തെ വരും, പക്ഷെ അവർ പള്ളീൻ്റെ മൂലക്കിൽ ബാക്കിൽ പുറം പള്ളിയിലോ അല്ലെങ്കിൽ അകത്തെ പള്ളിയുടെ ലാസ്റ്റ് സൊഫിലോ എന്നവരിക്കും. അവർക്ക് ഒന്നാം സൊഫിന് ഫളീലത്തുണ്ട് എന്ന് അറിയാത്തത് കൊണ്ടോ അല്ലെങ്കിൽ അവിടെ പോയിരിക്കാനുള്ള ഇരുന്നാൽ നല്ലതാണെന്ന് അറിയാത്തത് കൊണ്ടോ, ഒന്നാം സൊഫിൽ ഇമാമിൻ്റെ വലതുവാസാണ് ഏറ്റവും നല്ലതെന്ന് അറിയാത്തത് കൊണ്ടല്ല. പക്ഷെ ഞാനതൊന്നും പോരാ, അവിടെ ഇരിക്കാൻ വലിയ വലിയ ആൾക്കാരില്ലേ, ഒരുക്ക ഇരുന്നോട്ടെ, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട് കൈകാര്യം ചെയ്യാനല്ലോ ഒക്കെ വലിയോരല്ലേ എന്ന് മനസ്സിലാക്കി ബാക്കിലേക്ക് നിൽക്കുന്ന ആളുകൾ, അതാദ്യം വന്നാലും അവസാനം വന്നാലും അവർക്ക് ഇസ്തിഹ്യാഉം മിനല്ലാഹ് അവർക്കുള്ളത്. അങ്ങനെയുള്ള ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തക്കതായ പ്രതിഫലം നൽകും എന്നാണ് ഈ ഹദീസ് പറയുന്നത്.